തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം താങ്കൾ ഇപ്പോഴും ചുമതലയിൽ ഇരിക്കുകയാണല്ലോ. മന്ത്രി എന്ന പദവിയിലിരിക്കുമ്പോൾ സ്വാഭാവികമായും KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുമെന്ന് നേരത്തെ കരുതപ്പെട്ടിരുന്നു. പക്ഷെ ഇതുവരെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുമില്ല. എന്താണ് അങ്ങനെ തുടരുന്നതിൽ? അത് ഞാൻ ഈ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത് ആരാന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ല ഉദ്ദേശത്തിൽ വെച്ചതാകാം, മോശം ഉദ്ദേശത്തിൽ വെച്ചതാകാം. ഞാൻ രണ്ട് ചുമതലയും വഹിച്ചു പോകാനുള്ള എൻ്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCCയുടെ യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോൾ പകരം ആളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ജോലിഭാരം കൂടുതലാണോ? എല്ലാ സഹകരണമുണ്ട്, എല്ലാവരുടെയും സഹകരണമുണ്ട്. മന്ത്രിയുടെ ചുമതലകൾ അല്ല, KPCCയിൽ എല്ലാ നേതാക്കന്മാരുടെയും സഹകരണമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസങ്ങളിൽ KPCCയിൽ കുറച്ച് സമയം പോകാറുണ്ട്. പഴയതുപോലെ കൂടുതൽ സമയം പോകാറില്ല. പക്ഷേ തിരുവനന്തപുരത്ത് കൂടുതൽ സമയമുണ്ട്. എനിക്ക് സഹപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും നല്ല പിന്തുണ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നാൽ ഫുൾ ടൈമറാകും. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, കർണാടകത്തിലെ DK ശിവകുമാർ മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റുമായിട്ട് പോയല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. ഐ ആം റെഡി ടു ക്വിറ്റ് അറ്റ് എനി ടൈം. അതൊക്കെ ഹൈക്കമാൻഡ് വളരെ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. നമുക്കറിയാലോ, ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളുണ്ടായിരുന്നു, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളുണ്ടായിരുന്നു, എല്ലാം മുന്നോട്ട് നീങ്ങി. ഈ ഫ്ലക്സുകളിൽ ഉയരുന്ന ഒരു ആവശ്യം MP-മാരെ ഒന്നും ആക്കരുത്. കാരണം ഫ്ലക്സുകൾ ഇതൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് പറയാമല്ലോ. KPCC യോഗം ചേർന്നതല്ല, ആരും പറഞ്ഞില്ല, ഒരു സെക്കൻഡ് പോലും പറഞ്ഞില്ല. നേതാക്കന്മാർക്ക് പറയണമെങ്കിൽ ഇനി ഫ്ലക്സി പറയേണ്ടതില്ല. ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടെങ്കിൽ എന്നോടല്ല, മറ്റ് നേതാക്കന്മാരുണ്ട്. AICCയുടെ നമ്മുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാജി തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പലപ്പോഴും കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എപ്പോഴും അവൈലബിൾ ആണ്. ഇവരോടൊക്കെ സംസാരിക്കാൻ രമേശ് വർക്കിംഗ് കമ്മിറ്റിയിലെ സീനിയർ മെമ്പർ രമേശ് ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇവരോടൊക്കെ സംസാരിക്കാം.